പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളതിനെ അമ്മയെ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രികാലം വചനം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാം പലപ്പോഴും പല വിഷയങ്ങളാൽ വിചാരം പരവശരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു മാർത്തയോട് പറഞ്ഞു, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. ആമേൻ. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. ഒന്നും മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. എന്താണ് മറിയ തെരഞ്ഞെടുത്ത നല്ല അംശം എന്ന് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു ആമേൻ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ മറിയ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുവാനിടയായി തീർന്നു. യേശുവിൻ്റെ പാദാങ്കണത്തിൽ മുട്ടുമടക്കുവാനിടയായി തീർന്നു. അതാണ് സർവശക്തനായ ദൈവം മാർത്തയോട് പറയുന്നത്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവിക ദൂത് വിളിച്ചു പറയുന്നത്, നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെടുമ്പോൾ, നമ്മൾ പലതിനെ ചൊല്ലി ഭാരം അനുഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നത്, ഭാരം സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുവാനിടയായിത്തീരുന്നു. ഒന്നിനെക്കുറിച്ചും നീ വിചാരപ്പെടരുത്. വിചാരപരവശരായി തീരുവാൻ ഇടവരാതെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവ് നമ്മെ വിടുവിക്കുവാൻ തക്കവണമിടയായി. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടതാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പലപ്പോഴും നാം വിചാരങ്ങളാൽ പരവശരായി തീരുമ്പോൾ, പലതിനെ ചൊല്ലി ഭാരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ വിചാരപ്പെടാതെ, മനുഷ്യന്റെ മുമ്പിൽ നിന്റെ ഭാരത്തെ ഇറക്കി വയ്ക്കാതെ, നിന്റെ ഹൃദയത്തെ അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ വിചാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ, നിന്റെ ചിന്തകളെ ഇറക്കി വയ്ക്കുവാൻ, നിന്റെ വിഷയങ്ങളെ ഇറക്കി വയ്ക്കുവാൻ ഇടയായിത്തീരുന്നെങ്കിൽ, സ്തോത്രത്തോടുകൂടി സമർപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പാപങ്ങളും ലോകത്തിലുള്ള പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിലാണ് നാം ഇറക്കി വയ്ക്കുവാൻ തയ്യാറാകുന്നത്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നീ സ്തോത്രത്തോടെ നിന്റെ വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവാത്മാവ് അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തരും. വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യമാണ്. നാം വായിച്ച വാക്യത്തിന്റെ തൊട്ടു മുന്നേ വായിക്കുന്ന വാക്യമാണ്. അവിടെ വായിക്കുന്നത്, നിന്റെ സകല ചിന്താഗുരു സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവാത്മാവിന്റെ അത്ഭുത പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനിടയായിത്തീരും. നാം ഭാരപ്പെടുന്ന, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവം ഇടപെട്ട് അത്ഭുതങ്ങളെ വെളിപ്പെടുത്തും. മറ്റൊരു വാക്ക് ഇങ്ങനെ വായിക്കുന്നു, മത്തായി സുവിശേഷം 6:25, നിങ്ങളുടെ ജീവനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളുടെ ജീവനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. വിഷയങ്ങൾ ഒരുപാട് ജീവിതത്തിൽ കടന്നു വരാം. ഒന്നും മാറി വിഷയങ്ങൾ കടന്നു വരാം. ആ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാതെ വിഷയങ്ങളെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവാത്മാവ് അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. യെശയ്യാ പ്രവാചകൻ 41:10 ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നിന്റെ വിഷയത്തിന്റെ നടുവിൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യനൊരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരായാലും നമ്മൾ കൂടെ കാണുമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ മാറിപ്പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന പലരും നമ്മെ വിട്ട് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു
പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവും. നിന്റെ വിഷയത്തിന്റെ നടുവിൽ അവൻ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്യുമ്പോൾ പിന്നെ നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നീ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് തിരുവചനം വിളിച്ചു പറയുമ്പോൾ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിഷയങ്ങളിൽ നിന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുന്നു. അവിടെ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണയായി തീരും. പലപ്പോഴും നമ്മുടെ വിഷയത്തിന് മുമ്പിൽ നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ ആശ്രയം വയ്ക്കുമ്പോഴാണ് നമുക്കൊന്നും നേടാൻ കഴിയാതെ പോകുന്നത്. എന്നാൽ ആ വിഷയത്തെ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ സമയം കൊണ്ട് നാം ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് ഉത്തരം നൽകി തരുവാനിടയായി തീരും. ഉത്തരം നൽകി തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ വിഷയങ്ങളും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. അവൻ വിടുവിക്കുവാൻ, അവൻ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമാ ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.